ഇതുപോലെ വലിയ വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് കാണിച്ചേ ഇതാണ്ട് ഗൈസ്, നിങ്ങളിത് കണ്ടോ? അടുത്ത് കാണിച്ചു കൊടുക്കുക, ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഹലോ നമസ്കാരം, എല്ലാവർക്കും VMC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഒരുപാട് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ബിസി ആയിരുന്നു. അത്രയധികം തിരക്കുകളുണ്ടായിരുന്ന ഒരു മാസമായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഒരു വലിയ ലെങ്ത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടി 15,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 15,000 കിലോമീറ്ററും 4 സർവീസും വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു 15,000 കിലോമീറ്ററിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിയെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 15,000 കിലോമീറ്ററിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ ഒരു ബുള്ളറ്റിൻ്റെ 5,000 കിലോമീറ്റർ ആയപ്പോൾ ഉള്ളൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാത്തവർക്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ പ്ലേലിസ്റ്റൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 5,000 കിലോമീറ്റർ റൺ ചെയ്തപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്തിരുന്നു. അത് വണ്ടിയുടെ സ്പെക്സും എല്ലാം ചേർത്തായിരുന്നു ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ സ്പെക്സും കാര്യമൊന്നുമല്ല പറയുന്നത്, ജസ്റ്റ് എൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. അതായത് വണ്ടിയുടെ ഇതുവരെ എനിക്ക് വണ്ടിയിൽ നിന്നുണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ വണ്ടിയിലുണ്ടായിരുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ, അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഈ ഒരു വണ്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ചും പറയുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയിൽ എന്തെങ്കിലും പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, ഒപ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ബുള്ളറ്റ് എടുക്കാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു പക്ഷേ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വെളിയിൽ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് എൻവയോൺമെൻറ്റ് നോയ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഒരുപാട് നമ്മൾ നെഗറ്റീവ്സ് കേൾക്കാറുണ്ട്, ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കേൾക്കാറുണ്ട്. ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്തുമൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കേൾക്കാറുണ്ടായിരുന്നു. വണ്ടി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നൊരു വണ്ടിയാണ്, നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് വരും വണ്ടി, അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലയിൻസ് എപ്പോഴും വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് ഇറക്കാൻ പോലും പറ്റത്തില്ല, എപ്പോഴും ഓരോ പണികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. അത് ഈ ഒരു വണ്ടിയോടുള്ള ഇഷ്ടവും ആ ഒരു സമയത്ത് എൻ്റെ റിലേറ്റീവ്സും എല്ലാം നിർബന്ധിച്ചത് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അങ്ങനെ ആ ഒരു നിർബന്ധം കൊണ്ട് മാത്രമല്ല ഞാൻ ഈ വണ്ടി എടുത്തത്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വണ്ടി എടുത്തത്. അപ്പം ശരിയാണ്, വണ്ടി കംപ്ലയിൻസ് ഒരുപാട് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതിൽ ഒരു പ്രധാന കാരണം നമ്മുടെ യൂസ് തന്നെയാണെന്നാണ് ഇത്രയും നാളത്തെ ആ ഒരു റിവ്യൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ വണ്ടി ഈ ഒരു ബുള്ളറ്റ് പല മോഡൽ BS4ഉം പഴയ BS3യും അങ്ങനെ പഴയ മോഡലുകളെല്ലാം ഉപയോഗിക്കുന്നവരിൽ നിന്നെല്ലാം പൊതുവേ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അങ്ങനെ പണി തരുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ വളരെ അലക്ഷ്യമായിട്ട് എല്ലാവർക്കും കൈമാറി യൂസ് ചെയ്യാൻ കൊടുത്തും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് പൊതുവേ കംപ്ലയിൻസ് കൂടുതലായിട്ട് വരാറുള്ളത്. പിന്നെ ചില ഹതഭാഗ്യവാന്മാർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ള മോഡൽ കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നെന്നിരിക്കും. പക്ഷേ അങ്ങനെ പൊതുവേ അങ്ങനെ അല്ല വരുന്നത്. പൊതുവേ നമ്മുടെ യൂസിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എപ്പോഴും വണ്ടിയിൽ കംപ്ലയിൻസ് ഒക്കെ വരാറുള്ളത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് ഞാനൊരു വണ്ടി എടുത്തത്. ഇപ്പോൾ എന്തായാലും വണ്ടി കൃത്യമായിട്ട് പറഞ്ഞാൽ 15,036 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം വണ്ടിയുടെ ആദ്യത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു 15,000 കിലോമീറ്റർ, അതായത് ഏതാണ്ട് 2 വർഷത്തിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട് വണ്ടി. ഇത്രയും ഞാൻ വണ്ടി ഉപയോഗിച്ചിട്ട്, അതും ഒരുപാട് ലോങ് ട്രിപ്സ് പോയിട്ടുണ്ട്, ഷോർട്ട് ട്രിപ്സ് സിറ്റിക്കകത്തും, അതുപോലെ വലിയ ലോങ് ട്രിപ്സും ഹില്ലി ഏരിയാസിലും മഴയത്തും, അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിലൊക്കെ ഓടിക്കാവോ അങ്ങനെയെല്ലാം ഈ വണ്ടി ഓഫ് റോഡ് വരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇന്ന് ഈ ഒരു നിമിഷം വരെ ഈ വണ്ടി കൊണ്ട് എനിക്കൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല. അതായത് വണ്ടി ഇതുവരെ എനിക്ക് 0 കംപ്ലയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഒരു ചെറിയ നിസ്സാര കംപ്ലയിൻറ്റ് പോലും ഈ വണ്ടി എനിക്കുണ്ടായിട്ടില്ല. ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും പാർട്സ് മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വണ്ടിയായിട്ട് എനിക്ക് ഇതുവരെ യാതൊരു കംപ്ലയിൻറ്റ്സും തന്നിട്ടില്ല. പക്ഷേ എനിക്കിത് പറയാനായിട്ടൊരു പേടിയുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഇനി നമുക്ക് ഭാവിയിൽ പണിയെല്ലാം കിട്ടിയാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ഈ വണ്ടി കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപയുടെ ചിലവ് പോലും ഇവൻ നേരെ ചൊവ്വേ ഉണ്ടാക്കിയിട്ടുമില്ല ഇതുവരെ, ഈ നിമിഷം വരെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ വണ്ടി അങ്ങ് പൊക്കിയടിച്ച് തള്ളുവാണെന്നൊന്നും ആരും പറയരുത്. അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് ഈ പൊക്കിയടിക്കുന്നത് എന്നൊന്നും നിങ്ങളാരും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു കളയരുത്. ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം മാത്രമേ നമ്മൾ ഈ ചാനലിൽ പറയാറുള്ളൂ. ഇതുവരെ ഈ ഒരു 15,000 കിലോമീറ്ററിൽ എൻ്റെ വണ്ടിയിൽ എനിക്കുണ്ടായ അനുഭവം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതുവരെ ഇവൻ എനിക്ക് യാതൊരു പണിയും തന്നിട്ടില്ല. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് 350 BS6 മോഡലിലെ പോസിറ്റീവ് അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റൈഡിങ് കംഫർട്ട് ഈ ഒരു വണ്ടി എനിക്ക് തരുന്നുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ള ട്രിപ്പുകൾ കണ്ടിന്യൂസ് 7, 8, 10 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒക്കെ നമ്മൾ ഈ വണ്ടിയിൽ റൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇവനൊരു പറ്റുന്നൊരു സ്പീഡുണ്ട്. ആ ഒരു സ്പീഡ് ലിമിറ്റിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ഡിസ്കംഫർട്ട് ഇവൻ ഇതുവരെ തന്നിട്ടില്ല. ഒപ്പം നമ്മളൊരു ഗ്ലൗസൊക്കെ ഇട്ടാണ് റൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഓവറായിട്ടുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. BS6 ആയതുകൊണ്ട് തന്നെ പഴയ മോഡലിനെക്കാട്ടിലും കുറച്ചും കൂടെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. എങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് വൈബ്രേഷൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. 0 വൈബ്രേഷനൊന്നുമല്ല, അത്യാവശ്യം വൈബ്രേഷൻസൊക്കെ ഉണ്ട്. എന്നാൽ പഴയ മോഡലുകളെ അപേക്ഷിച്ചും പഴയ ക്ലാസിക് മോഡലുകളെ അപേക്ഷിച്ചും നല്ല രീതിയിൽ കുറവാണ് വൈബ്രേഷൻ. അപ്പോൾ നമ്മളൊരു മിതമായ സ്പീഡിലാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒപ്പം നമ്മളൊരു ഗ്ലൗസൊക്കെ ഇട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ് ട്രിപ്പൊക്കെ പോകാനൊക്കെ വളരെ കംഫർട്ടാണ് വണ്ടി. യാതൊരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ഹയർ സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്ത് പോകുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത. നമ്മളൊരു മാന്യമായിട്ടുള്ള സ്പീഡിൻ്റെ അതൊരു 70 അകത്തൊക്കെ വെച്ചാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നല്ല കംഫർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ലോങ് റൈഡൊക്കെ പോകാം. എന്നാൽ ഒരുപാട് അടിച്ചു വിട്ട് ചീറിപ്പാഞ്ഞൊക്കെ പോകുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ ചാൻസ്. പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ് കംഫർട്ടിനെ പോലെ തന്നെ നമ്മുടെ പില്ലിയൻ സീറ്റിന് വളരെ നല്ല കംഫർട്ട് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം പല ഫ്രണ്ട്സും എൻ്റെ കൂടെ ബാക്കിലിരുന്ന് ദൂരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ക്ലാസിക്കിലൊക്കെ ബാക്കിലിരുന്ന് റൈഡ് ഒരുപാട് പോയിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ആ പഴയ ക്ലാസിക് മോഡലിൻ്റെ ആ സ്പ്ലിറ്റ് സീറ്റിനെക്കാട്ടിലും കുറേ കൂടി കംഫർട്ട് ഈ ഒരു സിംഗിൾ സീറ്റിൻ്റെ അകത്ത് അവർക്ക് പില്ലിയനി കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ പോലും ഒരുപാട് ലോങ് ട്രിപ്സ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് വണ്ടി ഓടിച്ച് നല്ല ലെങ്ത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും അമ്മയ്ക്കൊരു നടുവേദനയോ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടോ പില്ലിയനി ഇരുന്നിട്ട് വന്നിട്ടില്ല. അത് അമ്മ പറയുകയും ചെയ്തു, നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബാക്കിൽ കയറുന്നവർക്കെല്ലാം ഞാൻ ചോദിക്കും കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവരെല്ലാം നല്ല പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഇതുവരെ തന്നിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ എനിക്ക് ആ ഒരു കാര്യം വളരെ ഇഷ്ടമാണ്, ഇതിൻ്റെ ഒരു വണ്ടിയുടെ ഒരു റൈഡിങ് കംഫർട്ട്. ഇവനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയാൽ ഇവൻ കൃത്യമായിട്ട് ആ ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. പിന്നെ ഈ ഒരു BS6 മോഡലിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ABS സിസ്റ്റം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട് റൈഡിങ്ങിൽ. എന്നാൽ അതിൻ്റെ ബാക്ക് ബ്രേക്ക് സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതിൻ്റെ ABS ഒക്കെ പക്കയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ പോയാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു നിർത്താനൊക്കെ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് വശം തന്നെയാണ് ഈ ഒരു BS6 മോഡലിൻ്റെ. അതുപോലെ തന്നെ എൻ്റെ ഈ വണ്ടിയിൽ തോന്നിയ മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും യാതൊരു കംപ്ലയിൻസും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ പൊതുവേ പലരും അവരുടെ ഇൻഡിക്കേറ്റർ വർക്ക് കത്തുന്നില്ല, അല്ലെങ്കിൽ ബൾബ് അടിച്ചു പോയി, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ ഫ്യൂൽ വാർണിംഗ് ലൈറ്റ്, അതുപോലെ വാർണിംഗ് ലൈറ്റ്സിൻ്റെ സെൻസേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പലരെയും ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻസ് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു വെറുതെ ലൈറ്റ് കത്തി കിടക്കുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് പൊതുവേ അങ്ങനെ പറയാറുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പല ബുള്ളറ്റ് യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5000 കിലോമീറ്റർ 4000 കിലോമീറ്ററൊക്കെ ആയപ്പോൾ തന്നെ ഹെഡ് ലാമ്പൊക്കെ അടിച്ചു പോയായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വർക്കാവുന്നില്ല. അതുപോലെ നമ്മുടെ ഈ ഫ്യൂൽ വാർണിംഗ് ഒക്കെ വെറുതെ കത്തി കിടക്കും, അതിൻ്റെ എൻജിൻ വാർണിംഗ് ലൈറ്റൊക്കെ ഉണ്ടല്ലോ വെറുതെ കത്തി കിടക്കും, ABS ലൈറ്റ് വെറുതെ കത്തി കിടക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലിയ മേജർ കാര്യമൊന്നുമല്ല.
അത് എന്തെങ്കിലും സെൻസർ റിലേറ്റഡ് ചെറിയ ചെറിയ ഇഷ്യൂസാണ്. സർവീസ് സെൻ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് അവർ റെഡിയാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ വണ്ടിയിൽ എനിക്കുണ്ടായ ആ ഒരു പോസിറ്റീവ് അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനത്തെ യാതൊരു കംപ്ലയിൻസും വന്നിട്ടില്ല. ഒരു ലാമ്പുകളും കാര്യങ്ങളും കത്താതാവുകയോ അടിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ വാർണിംഗ് ലൈറ്റ്, എൻജിൻ വാർണിംഗ് ലൈറ്റ്, ABS ലൈറ്റ് ഇതൊന്നും അനാവശ്യത്തിന് ഇതുവരെ കത്തിക്കിടന്നിട്ടില്ല. കൃത്യമായിട്ടാണ് ഈ ഒരു സെൻസേഴ്സും കാര്യങ്ങളും എല്ലാം ഇതുവരെ ഈ ഒരു വണ്ടിയിൽ പ്രവർത്തിക്കുന്നത്. കൃത്യം നമുക്കറിയാം എണ്ണ അടിച്ച് കഴിഞ്ഞിട്ട് ഇത്ര കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്യൂൽ വാർണിംഗ് ലൈറ്റ് കത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ഓടിക്കും. കറക്റ്റ് ആ ഒരു കിലോമീറ്റർ റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂൽ വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. അതൊന്നും ഇതുവരെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇതുവരെ കത്തിയിട്ടില്ല. അപ്പം അത് എനിക്ക് ഈ ഒരു വണ്ടിയിലുണ്ടായ വളരെ ഒരു നല്ല പോസിറ്റീവ് അനുഭവമാണ്. ഇതിൻ്റെ ഒന്നും പുറകിന് ഇതുവരെ സമയം പാഴാക്കേണ്ടി വന്നിട്ടില്ല. സർവീസ് സെൻ്ററിൽ വെറുതെ അനാവശ്യമായിട്ട് പോകേണ്ടിയേ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് 350 മോഡലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പഴമ നിലനിർത്തുന്ന ആ ഒരു മോഡൽ ഇത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച് തന്നെ ഈ ഒരു ഒഫീഷ്യൽ ഈ ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ ബുള്ളറ്റ് 350 എന്നുള്ള ആ ബാഡ്ജിങ്ങും എല്ലാം സഹിതം കിട്ടുന്ന ഈ ഒരു മോഡൽ ഇത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച മോഡൽ തന്നെയാണ്. അപ്പം ഈ ഒരു മോഡലിൽ എനിക്ക് വളരെ ഒരു പോസിറ്റീവ് തോന്നുന്നുണ്ട്. ആ ഒരു പഴയ ആ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ആ ഒരു പഴയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് കൊണ്ടുപോകുന്ന അത്രയും ഒരു ഫീൽ കിട്ടിയില്ലെങ്കിൽ പോലും ഏതാണ്ട് അതിനോട് സിമിലറായിട്ടുള്ള ലുക്കുള്ള ഈ ഒരു വണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ഒരു പോസിറ്റീവ് അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു വണ്ടിയുടെ വളരെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്, ഇതിൻ്റെ ഈ ഒരു പഴമ നിറഞ്ഞ ഈ ഒരു ലുക്സ്. പിന്നെ പലരും ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിലൊക്കെ ഫോൾസ് ന്യൂട്രലൊക്കെ വീഴുന്ന കാര്യമൊക്കെ പലരും കമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് വണ്ടി ആദ്യമായിട്ട് എടുക്കുമ്പം പറ്റുന്ന കാര്യമാണ്. ഞാനും എടുത്ത സമയത്തൊക്കെ ഫോൾസ് ന്യൂട്രലൊക്കെ വീഴുമായിരുന്നു. പക്ഷേ ഇതിനോട് ഓടിച്ചങ്ങോട്ട് ശീലമായി കഴിയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗിയർ ഷിഫ്റ്റിങ്ങൊക്കെ എനിക്ക് ഇതുവരെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. വളരെ സ്മൂത്തായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഫോൾസ് ന്യൂട്രലും കാര്യങ്ങളൊന്നും ഇതുവരെ വണ്ടിയിൽ പിന്നീട് വീണിട്ടുമില്ല. അപ്പോൾ ആ ഒരു മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാലും റൈഡിങ് കംഫർട്ടും എല്ലാം പക്കയാണ് ഇതുവരെ. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഈ വണ്ടിയുടെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇത്രയും നാളത്തെ ഈ ഒരു യൂസിൽ വണ്ടിയുടെ ഭാഗത്തു നിന്ന് വേറെ അനാവശ്യമായിട്ടുള്ള നോയ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്മോക്കോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ നല്ല പക്ക കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള ടാപ്പ് ആൻഡ് നോയ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പലർക്കും ഇതിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ടാപ്പ് ആൻഡ് നോയ്സ് ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും നമ്മൾ ഈ ബുള്ളറ്റ് ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത്. അത് ടാപ്പ് ആൻഡ് നോയ്സ് അല്ല, വണ്ടിയുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ശബ്ദം തന്നെയാണത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ടക്ക 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 ഉള്ള ശബ്ദങ്ങളൊക്കെ കയറുമ്പോഴാണ് അതിനെ ടാപ്പ് ആൻഡ് നോയ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ടാപ്പ് ആൻഡ് നോയ്സും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസൊക്കെ തന്നെയാണ്. ചില പുതിയ വണ്ടികൾക്കൊക്കെ ടാപ്പ് ആൻഡ് നോയ്സ് അനാവശ്യമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനാവശ്യമായിട്ട് ഉള്ള സ്പീഡിലും കാര്യങ്ങളിലും ഓടിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യാതെ നടക്കുകയോ അല്ലെങ്കിൽ സർവീസൊക്കെ സ്കിപ്പ് ചെയ്യുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പൊതുവേ ടാപ്പ് ആൻഡ് നോയ്സും കാര്യങ്ങളൊക്കെ അമിതമായിട്ട് വരുന്നത്. ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ കൈമാറി വണ്ടി കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വണ്ടിയിൽ അങ്ങനെ പല കംപ്ലയിൻസും വരുന്നത്. ഇതൊന്നും ഈ ഒരു വണ്ടിയിൽ ഇതുവരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം അതും ഇവൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞ ഒരു മിനി കാറാണെന്ന് പറയാം, ഒരു കുഞ്ഞ് കാറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കടയിലൊക്കെ സാധനം മേടിക്കാൻ അമ്മ പറഞ്ഞു വിടുമ്പോൾ ഒരു വലിയ ലിസ്റ്റൊക്കെ തന്നാണ് വിടുന്നത്. ഈ വണ്ടിയിൽ എവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാവോ അവിടെയൊക്കെ ഈ വണ്ടിയിൽ സാധനം കൊള്ളും. അങ്ങനെ അത് വലിയൊരു ഗുണമാണ്. കാരണം നിങ്ങൾക്ക് ഈ ക്രാഷ് ഗാർഡ് കാണാം. ഈ ക്രാഷ് ഗാർഡിൽ തന്നെ സഞ്ചി എത്ര കൊണ്ട് വെച്ചാലും നല്ല സ്ട്രോങ് ആയിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നോളൂ. ഒരു ചരിവോ ആട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് അപ്പുറത്തെ സൈഡ് അതുപോലെ വണ്ടിയുടെ ബാക്കിൽ ഞാൻ എക്സ്ട്രാ ക്യാരിയർ വെച്ചിട്ടുണ്ട്. ഈ വക സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കുത്തി നിറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ ട്രിപ്പിൽ നമുക്ക് സാധനങ്ങളെല്ലാം വണ്ടി വെച്ചുകൊണ്ടെങ്കിൽ വരാൻ പറ്റും. അത് ഈ വണ്ടിയുടെ വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സാധാരണ എനിക്കൊരു CD ഡോണൊക്കെ ഉണ്ട്. അപ്പോൾ ആ വണ്ടിക്കകത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കവറോ എല്ലാം ഇട്ടുകൊണ്ട് വരാനേ പറ്റും. പക്ഷേ ഇവൻ്റെ അതിൻ്റെ അകത്ത് ഒരു മല പോലെ സാധനങ്ങൾ നിറച്ച് വെച്ചുകൊണ്ട് വരാം. റോഡിൽ കൂടെയൊക്കെ പലപ്പോഴും ഞാൻ ഇത്രയും സഞ്ചിയെല്ലാം തൂക്കിയിട്ടുകൊണ്ട് പോകുമ്പം കടയിലുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും ഒരു കൗതുകത്തോടെ നോക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയുടെ വളരെ വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൈലേജ് തരുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് നമുക്കൊരു ബിറ്റ്വീൻ 40 to 45 ഇതിൻ്റെ അകത്ത് റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ ഏകദേശം ആ ഒരു വാർണിംഗ് ലൈറ്റ് ഫ്യൂൽ വാർണിംഗ് ലൈറ്റുമായിട്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏതാണ്ട് 43 ആ റേഞ്ചിലൊക്കെ സിറ്റിക്കകത്ത് തന്നെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ലോങ് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പം ഈ ഒരു വണ്ടിയുടെ മൈലേജ് അതെനിക്ക് തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് വശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു 350cc എൻജിനിൽ ഇതുപോലൊരു മൈലേജ് കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്.
അതിന് പറ്റിയൊരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാതെ പോയത്. കാരണം വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വണ്ടിയിലെ ഫ്യൂവൽ യൂസ് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് ഫ്യൂവൽ വാർണിംഗ് ലൈറ്റ് കത്തിയതിന് ശേഷം വണ്ടി എത്ര ഓടും എന്നുള്ളതും കൂടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ എണ്ണ അടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ലോങ് ട്രിപ്പ് പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമിൽ കാണിക്കാമെന്നാണ് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് വെറുതെ എണ്ണ ഇവിടെ ഇട്ട് ഓടിച്ച് കളയേണ്ടിയും വരത്തില്ല. എൻ്റെ ഒരു കാര്യത്തിന് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഈ ഒരു ടെസ്റ്റ് വീഡിയോ കൂടി ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഉടനെ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ആ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പം നിലവിൽ ഈ ഒരു വണ്ടിയുടെ മൈലേജ് അതെനിക്ക് വലിയൊരു പോസിറ്റീവ് വശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ വണ്ടിയുടെ ചെയിനും കാര്യങ്ങളൊന്നും ഇതുവരെ മാറ്റേണ്ടിയൊന്നും വന്നിട്ടില്ല. പലപ്പോഴും ഏതാണ്ട് 10-15 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലവരൊക്കെ ചെയിൻ പോലും മാറ്റേണ്ടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കിതുവരെ ചെയിൻ അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ചെയിൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴും നല്ല വെട്ടിത്തിളങ്ങി നീറ്റായിട്ട് പുതിയ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. വണ്ടിയുടെ ചെയിൻ കാണാം, ഏതാണ്ട് പുതിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ചെയിൻ്റെ കണ്ടീഷനൊക്കെ അധികം അഴുക്കും കാര്യങ്ങളൊന്നും കയറ്റി വെക്കത്തില്ല. ഇത് ഞാനിപ്പം ലൂബ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ പൊതുവേ ഏതാണ്ട് ഇതേ കണ്ടീഷനിൽ തന്നെയാണ് ചെയിൻ കൊണ്ടു നടക്കുന്നത്. ഒരുപാട് അഴുക്കോ കാര്യങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കൃത്യമായിട്ട് വണ്ടി ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തന്നെ വണ്ടിയുടെ ചെയിൻ കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ഇതുവരെ ചെയിനിൽ യാതൊരു കംപ്ലയിൻസോ കാര്യങ്ങളും വന്നിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടുന്നുണ്ട്. പലപ്പോഴും വണ്ടിക്ക് നിങ്ങൾ ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ചെയിൻ തന്നെ ആയിരിക്കും. ചെയിൻ്റെ അകത്ത് അഴുക്കെല്ലാം അടിഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വണ്ടിയിലൊരു ശബ്ദം തോന്നുന്നതും അതുപോലെ ഓടാൻ ഒരു പുള്ളപ്പിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതും ഒക്കെ ചെയിനിൻ്റെ ലൂബ് കുറയുമ്പോഴായിരിക്കും. നമ്മൾ മഴ സമയത്തൊക്കെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയിൻ അഴുക്കാവാനൊക്കെ സാധ്യതയുണ്ട്. പൊതുവേ നിങ്ങളൊരു 500 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടിയുടെ ചെയിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് മോശമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂബ് ചെയ്യുക. ഞാൻ പൊതുവെ ഒരു 1000 കിലോമീറ്ററിനോട് അടുപ്പിച്ച് വെച്ചിട്ടാണ് ചെയിൻ ലൂബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയിൻ കൊണ്ടു നടക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ചെയിൻ്റെ ഭാഗത്തുനിന്ന് വരുത്തുമില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയിൻ മാറ്റേണ്ടിയും വരത്തില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആകെ തേർഡ് സർവീസിൻ്റെ സമയത്ത് എങ്ങാണ്ട് മാത്രമേ ഞാൻ ഈ ചെയിനൊന്നും മുറുക്കേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ മുറുക്കേണ്ട ഒരു അവസ്ഥ പോലും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ലൂബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഏതെങ്കിലും ബുള്ളറ്റിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ചോദിക്കാറുണ്ട് ചെയിൻ ലൂബ് ചെയ്യാൻ ടൈം ആയോ എന്ന്. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയും ഇല്ല ആയിട്ടില്ല. അത് തന്നെയാണ് മിക്കവാറും നടക്കാറുള്ളത്. ആകെ ഒരു തേർഡ് സർവീസ് മാത്രം നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് ഞാനിതൊന്ന് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു 15,000 കിലോമീറ്റർ ഓടിക്കുന്ന ഈ 15,000 കിലോമീറ്റർ ആവുന്നത് വരെയും ഒരൊറ്റ തവണയും ഞാൻ ഈ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പതിയെ നീറ്റായിട്ട് ഓടിച്ച് പോകുന്നതുകൊണ്ടായിരിക്കാം, വലിയതായിട്ട് ഷേക്കൊന്നും വരാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ടൈറ്റ് ചെയ്യേണ്ടുന്ന അവസ്ഥ വരാത്തത്. ഇതുവരെ ഒറ്റ തവണയും നമുക്കിത് ടൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം അതൊക്കെയാണ് ചെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പോസിറ്റീവ് ഘടകം. പിന്നെ മൊത്തത്തിൽ എപ്പോഴും ഈ ഒരു ക്രോം ഫിനിഷ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മഴയത്ത് പോയിട്ട് വന്ന് കയറുമ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് തുടച്ച് നീറ്റായിട്ട് തന്നെയാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ വണ്ടി കണ്ടാൽ അറിയാമല്ലോ, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. എല്ലാം നല്ല പക്ക നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. എവിടെയും അനാവശ്യമായിട്ടുള്ള അഴുക്കോ പാടുകളോ ഒന്നും വരാതെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര കൊണ്ടു നടന്നാലും ചില ഭാഗങ്ങളിലൊക്കെ അഴുക്കും കാര്യങ്ങളും വരും. അത് ഞാൻ വണ്ടിയുടെ നെഗറ്റീവ് വശങ്ങൾ പറയുമ്പോൾ പറയാം. അല്ലാതെ മൊത്തത്തിൽ വണ്ടി നീറ്റായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. എൻജിനൊക്കെ ബഫ് ചെയ്ത് നമ്മൾ നീറ്റാക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ വണ്ടിയുടെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ കെയർഫുള്ളായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നീറ്റായിട്ടിരിക്കുമെന്ന് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. അപ്പോൾ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനോടൊപ്പം പറയേണ്ടത് കഴിവതും നിങ്ങൾ നല്ല പെട്രോൾ തന്നെ വണ്ടിയിൽ അടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ റെഗുലറായിട്ട് അടിക്കുന്നത് XP95 എന്ന് പറഞ്ഞ പെട്രോളാണ്. ഇന്ത്യൻ ഓയിൽ പമ്പ്സിലെല്ലാം കിട്ടുന്നതാണ് ഒരു പിങ്ക് കളർ പെട്രോൾ. അപ്പോൾ പിങ്ക് കളർ ഒരു സാധനത്തിൽ വെച്ചേക്കുന്ന പെട്രോളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. XP95 എന്ന് പറയും, പ്രീമിയം പെട്രോളാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വണ്ടിയിൽ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ പെട്രോൾ അടിക്കത്തേയില്ല. കഴിവതും നിങ്ങൾ ആരെങ്കിലും നോർമൽ പെട്രോൾ അടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് XP95 മാറുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് വണ്ടിയുടെ മറ്റൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇതുവരെ വണ്ടിയിൽ മിസ്സിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പെട്രോളൊക്കെ യൂസ് ചെയ്യുക എന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ മഴയത്തും കാര്യങ്ങളും വെള്ളത്തിലൂടെയൊക്കെ ഒരുപാട് വണ്ടി ഓടിയിട്ടുണ്ട്. പലരും മഴയത്ത് അല്ലെങ്കിൽ വെള്ളം നനഞ്ഞൊക്കെ ഓടിക്കുമ്പം ഇതുപോലെ മിസ്സിങ് ഉണ്ടാവുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഇതുവരെ അങ്ങനെ ഒരു യാതൊരു മിസ്സിങ്ങും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. XP95 ഒക്കെ അടിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീമിയം പെട്രോൾ അടിക്കാൻ ശ്രദ്ധിക്കുക. നോർമൽ പെട്രോൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതുവരെ വണ്ടിയുടെ ടയേഴ്സും കാര്യങ്ങളൊന്നും ഒരുപാട് തേഞ്ഞ് നശിച്ചു പോയിട്ടൊന്നുമില്ല. വണ്ടിയുടെ ടയർ പഞ്ചറാവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതും ഒരു സന്തോഷം നൽകുന്ന അനുഭവം തന്നെയായിരുന്നു. കൃത്യമായിട്ട് നമ്മൾ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് ഏതാണ്ട് ഞാൻ നൈട്രജനാണ് വണ്ടിയിൽ അടിക്കുന്നത്. അപ്പം നൈട്രജൻ അടിക്കുന്നത് ബെറ്റർ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നോർമൽ എയറിനെക്കാട്ടിലും കുറേ കൂടി ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 വീക്സ് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി ടയറിൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അത് നിങ്ങൾക്ക് മൈലേജ് കൂടാനായിട്ടും അത് കാരണമാവും. മൊത്തത്തിലുള്ള വണ്ടിയുടെ ആ ഒരു റൈഡിങ് കംഫർട്ടിനും അത് കാരണമാവും. അപ്പോൾ ടയേഴ്സിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ ഒരു വശങ്ങളും ഒക്കെ നോക്കിയാലെല്ലാം പോസിറ്റീവ് അനുഭവങ്ങൾ തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ വണ്ടിയിൽ വന്നിട്ടില്ല. ബാറ്ററിയൊക്കെ പക്ക കണ്ടീഷനിൽ തന്നെയാണ് എടുത്ത സമയം തൊട്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കീ ഒന്ന് ഓൺ ചെയ്തിട്ടൊക്കെ പോകാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാറ്ററിയും കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് ഇല്ലാതെ ഇരുന്നോളും. അപ്പം ബാറ്ററി റിലേറ്റഡ് ആയിട്ടും ഉള്ള കാര്യങ്ങളിലും ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. പിന്നെ എൻ്റെ ഈ വണ്ടിയിൽ ഞാൻ ഏതാണ്ട് 5000 കിലോമീറ്റർ ആയ സമയത്ത് തന്നെ വണ്ടിയുടെ സൈലൻസർ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഏതാണ്ട് 15000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതുവരെ സൈലൻസർ മാറ്റിയത് കൊണ്ടുള്ള യാതൊരു പ്രശ്നങ്ങളും, എൻജിൻ റിലേറ്റഡ് പ്രശ്നങ്ങളോ ഓവർ ഹീറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ടാപ്പ് ആൻഡ് നോയ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ അന്ന് 5000 കിലോമീറ്റർ കഴിഞ്ഞ് മാറ്റിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 10000 കിലോമീറ്ററൊക്കെ കൂടുമ്പം സൈലൻസർ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ സൈലൻസർ മാറ്റിയത് കൊണ്ട് വണ്ടിയിൽ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ വണ്ടിയിൽ ഉണ്ടായിട്ടില്ല. വണ്ടി ഞാൻ സൈലൻസർ മാറ്റിയതെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ബോട്ടിൽ ആണ് വെച്ചേക്കുന്നത്, അതും ഷെല്ലുള്ള മോഡലാണ് വെച്ചേക്കുന്നത്. ഞാൻ ആ ഒരു സൈലൻസറിനെ കുറിച്ചാണ്, ഞാൻ ഉപയോഗിച്ച സൈലൻസറിനെ കുറിച്ചുള്ള അനുഭവമേ പറയുന്നുള്ളൂ. അല്ലാതെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെളിയിൽ കിട്ടുന്ന ഏതെങ്കിലും ലോക്കൽ ആയിട്ടുള്ള സൈലൻസറുകളോ അല്ലെങ്കിൽ ഫിൽറ്ററൊന്നും ഇല്ലാതെ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള സൈലൻസറോ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിലവിൽ ഞാൻ ഫിൽറ്ററുള്ള ഷോർട്ട് ബോട്ടിൽ ഒമേഷ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈലൻസറാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സൈലൻസർ കൊണ്ട് എനിക്ക് ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും വണ്ടിയിലുണ്ടായിട്ടില്ല. അപ്പോൾ ഇതുവരെ 15000 കിലോമീറ്ററും ഏതാണ്ട് 1.5 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഇവനുണ്ട്. അപ്പോൾ ഇത്രയും നാളത്തെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളെല്ലാം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് വലിയ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് എമൗണ്ട് ചിലവാക്കേണ്ടുന്ന അവസ്ഥകൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഇത്രയും നാളത്തെ യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വണ്ടിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഇത്രയും നാളത്തെ അനുഭവങ്ങളിൽ ഉണ്ടായ നെഗറ്റീവ് അനുഭവങ്ങൾ അല്ലെങ്കിൽ വണ്ടിയുടെ നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു പോകാം. എനിക്ക് വണ്ടിയിൽ പ്രധാനമായിട്ട് തോന്നിയൊരു നെഗറ്റീവ്, ഈ വണ്ടിയുടെ ആ ഒരു ക്രോം ഫിനിഷുള്ള മോഡലായതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അതായത് ഒരുപാട് തുടച്ച് വൃത്തിയാക്കി കഴുകി കൊണ്ട് നടക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമില്ലാത്തവർ, ഇങ്ങനെ ഫുള്ള് ഡ്യൂട്ടി അല്ലെങ്കിൽ ജോലിയിൽ മാത്രം നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർ ഈ ഒരു വണ്ടി എടുക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ വൃത്തിയാക്കിയൊക്കെ ചിലവഴിക്കാനുള്ള സമയമുള്ളവരായിരിക്കണം ഈ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നീറ്റായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം വണ്ടി നീറ്റായിട്ടിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം കൊണ്ട് നടന്നിട്ട് പോലും വണ്ടിയുടെ അവിടെ ഇവിടെയുള്ള ചില ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും പാടുകളും ചെറിയ രീതിയിലുള്ള തുരുമ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിയുടെ ബെൻ പൈപ്പിൻ്റെ ആ ഒരു കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ആ മേൽഭാഗത്തൊക്കെ അവിടെ ഒരു ടൈപ്പ് ഒരു ഗോൾഡിഷ് പോലത്തെ ഒരു കളറും ഒരു ചെറിയ പാടുകളും ഒക്കെ അതിൻ്റെ മേളിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ എത്ര തുടച്ച് വൃത്തിയാക്കിയാലും അത് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്താൽ മതി. ഒരുവിധം കുറച്ചും കൂടെ പാടില്ലാതിരിക്കും. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഒന്നും അടിക്കുന്നില്ല. ഇനി അതൊക്കെ ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം. അല്ലാതെ ഞാൻ ബേസിക്കായിട്ട് തുടച്ച് വൃത്തിയാക്കി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ചെയ്താലും ഇതുപോലത്തെ പാടുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്, വണ്ടിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഒട്ടും ശ്രദ്ധിക്കാത്തവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുഴുവൻ തുരുമ്പടിച്ചൊരു തുരുമ്പ് വണ്ടി തന്നെ ആവും. നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ റോഡിലൊക്കെ കാണാമല്ലോ ഒരുപാട് വണ്ടിയിൽ തുരുമ്പടിച്ച് അഴുക്കായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇത് തന്നെയാണ്. വണ്ടി നല്ല രീതിയിൽ തുരുമ്പടിച്ച് പാടുകളും ക്ലാവുകളും ഒക്കെ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാനും കഴിയും. എങ്കിലും കുഞ്ഞു കുഞ്ഞു പാടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. നിങ്ങൾക്കറിയാം ഞാൻ എൻജിനൊക്കെ ബഫ് ചെയ്തതായിരുന്നു. അപ്പം ബഫ് ചെയ്തിട്ട് ഇപ്പം ഏതാണ്ട് 6-7 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്, ഒരുപാട് സമയമായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പാടുകൾ വരുന്നുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ പോലും
ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ വീണ്ടും ചെറിയ രീതിയിലൊക്കെയുള്ള പാടുകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഇനിയും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ബഫ് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു, ആ ഒരു നീറ്റായിട്ട് ആ ഒരു ഭാഗമൊക്കെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ ഈ വണ്ടിയിൽ കണ്ട ഏറ്റവും വലിയൊരു നെഗറ്റീവ് വശം. പിന്നെ എൻ്റെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് തോന്നിയ മറ്റൊരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് സിസ്റ്റമാണ്. ഞാൻ ഫ്രണ്ടിൽ ABSനെ കുറിച്ച് നേരത്തെ പോസിറ്റീവായിട്ട് പറഞ്ഞിരുന്നു, പക്ഷേ ബാക്കിലെ ബ്രേക്ക് അത്ര പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബാക്കിൻ്റെ ബ്രേക്കിൻ്റെ അകത്തുള്ള സ്ഥിരം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എമർജൻസി ആയിട്ട് ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ബാക്ക് ബ്രേക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് സ്കിഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഇതിൻ്റെ വലിയൊരു നെഗറ്റീവ് വശം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ നല്ല ടേണൊക്കെ എടുത്ത് ഒരു ലോങ് ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പം ഇടുക്കി, വയനാട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം വലിയ വളവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള റോഡിൽ നമ്മൾ ഓർക്കാപ്പുറത്തുനിന്ന് ബാക്ക് ബ്രേക്ക് വല്ല അബദ്ധത്തിൽ കാല് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ സ്കിഡ് അടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കേണ്ടി വരും. ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്ത് നൈസായിട്ട് തന്നെ ഓടിക്കേണ്ടി വരും. ബാക്ക് ബ്രേക്ക് നമ്മൾ മാത്രമായിട്ടൊക്കെ പെട്ടെന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ സ്കിഡ് അടിക്കും. അപ്പോൾ അതൊരു വലിയൊരു നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നി. 1-2 തവണ ഞാൻ വണ്ടി എടുത്ത സമയത്തൊക്കെ ജസ്റ്റ് വീഴുന്നതിൽ നിന്ന് കഷ്ടിച്ചൊക്കെ രക്ഷപ്പെട്ടാണ്. ഇതുപോലെ വലിയ വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് കാണിച്ച് ഇതാണ്ട് ഗൈസ്, നിങ്ങളിത് കണ്ടോ? അടുത്ത് കാണിച്ചു കൊടുക്കുക, ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇനി ഇങ്ങോട്ട് നോക്കൂ, നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതാണ്ട് കാലിൻ്റെ അടുത്തൂടെ ഒരു വലിയ പാമ്പഴഞ്ഞു പോയി. അതാണ്ട് തൊട്ടടുത്ത് അവൻ ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് അവനെ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് വീഡിയോ ബാക്കിയെടുക്കാം, അതാണ് നല്ലത്. നെഗറ്റീവ്സ് മെയിനായിട്ട് പറയാൻ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിന്ന് സത്യം പറഞ്ഞപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും പോസിറ്റീവ് പറഞ്ഞത് ഈ കുറച്ച് നെഗറ്റീവ്സ് പറയണ്ടേ. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഈ വണ്ടിയിൽ നിന്ന് പ്രധാനമായിട്ട് പറയാനുള്ള നെഗറ്റീവ്സ് ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ വലിയ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് വണ്ടിയൊക്കെ ആഗ്രഹിച്ചിട്ട് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടൊക്കെ ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പം വണ്ടിയുടെ ആ ഒരു പുള്ളിങ് അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് തോന്നാം. കാരണം സിഗ്നലിൽ നിന്നൊക്കെ പലരും ചീറിപ്പഞ്ഞ് എടുത്തുകൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അതുപോലൊരു എടുപ്പ് പറ്റത്തില്ല. ഈ വണ്ടിയിൽ നമ്മൾ വളരെ നൈസായിട്ട് എടുത്ത് പോകാനേ ഈ വണ്ടിയിൽ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഭയങ്കര ഓവർ സ്പീഡിങ്ങും അല്ലെങ്കിൽ ഭയങ്കര പവറും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തെടുക്കുന്നവർക്ക് അത് വണ്ടിയുടെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. പക്ഷേ അത് ഒരിക്കലും വണ്ടിയുടെ നെഗറ്റീവ് അല്ല. അത് വണ്ടി അറിഞ്ഞെടുക്കുന്നവർക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ എല്ലാവരും വണ്ടിയുടെ ബാക്ക് ടയർ ആ ഒരു സൈക്കിൾ പോലെ ഇരിക്കുന്നത് അതൊരു നെഗറ്റീവായിട്ട് പറയാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു നോർമൽ യൂസിന് അത് വലിയൊരു നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരുപാട് നമ്മൾ കോർണർ ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് കിടത്തി വളയ്ക്കാനും ഒന്നും ഈ ഒരു ടയർ അത്ര കോൺഫിഡൻസ് നമുക്ക് തരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ വളച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഈ ഒരു നോർമൽ യൂസിൽ ഈ ഒരു ടയർ അത്തരത്തിലൊരു നെഗറ്റീവ് സൈഡുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതുപോലെ കോർണർ ചെയ്യുന്നതൊക്കെ സമയത്തും അല്ലെങ്കിൽ നല്ല കിടത്തി വളയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഒരു കോൺഫിഡൻസ് നമുക്ക് ലാഗ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം ഈ ഒരു ടയറിനെ സംബന്ധിച്ച്. പിന്നെ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം ഹെവി തന്നെയാണ്, നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. പക്ഷേ അന്നും വെച്ച് നമ്മുടെ കാലെത്താതിരിക്കത്തൊന്നുമില്ല. കാരണം ഈ ഒരു ഭാഗത്തെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു താത്ത കൊടുത്തേക്കുന്നത്. ഇങ്ങനെ താത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ 2 കാലും കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് തന്നെ ഇരിക്കും. അത്യാവശ്യം നീളമില്ലാത്തവർക്കും കാലൊക്കെ കൃത്യമായിട്ട് എത്തും, ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി തീർച്ചയായിട്ടും കൊണ്ടു നടക്കാൻ ഒരു കുറച്ച് ആരോഗ്യമൊക്കെ വേണം. ഭയങ്കരമായിട്ട് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുവിധം ആരോഗ്യമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇച്ചിരി കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം പലയിടത്തും നമുക്ക് വണ്ടി ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ബാക്കിലോട്ട് തള്ളാനും അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് ഇടാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയറ്റത്തിലൊന്നും തള്ളി കയറ്റേണ്ടി വന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൊക്കെ വണ്ടി വെയിറ്റ് ഒരു നെഗറ്റീവായിട്ട് ചിലപ്പം തോന്നിയേക്കാം. അപ്പം എനിക്ക് പക്ഷേ അത് വലിയൊരു നെഗറ്റീവായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി ഇരുന്നുകൊണ്ട് വളയ്ക്കേണ്ടുന്ന അല്ലെങ്കിൽ ബാക്ക് എടുക്കേണ്ടുന്ന സമയത്തൊക്കെ ഇച്ചിരി ഹാർഡായിട്ട് തോന്നാറുണ്ട്. ഒപ്പം എന്തെങ്കിലും ഒരു ചെറിയ കയറ്റത്തിലോട്ടാണ് തള്ളി കയറ്റേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ വണ്ടിയുടെ വെയിറ്റ് ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഈ ഇതേ വെയിറ്റ് വണ്ടിയുടെ ഒരു പോസിറ്റീവ് സൈഡ് കൂടിയാണ്. കാരണം ഇതുപോലൊരു വെയിറ്റും ഒക്കെ ഉണ്ടായിട്ട് തന്നെ വണ്ടി എന്തോ റോഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്ന് ഓടിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കാറ്റ് പിടിക്കുന്ന ഫീലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. വണ്ടി നല്ല സ്ട്രോങ് ആയിട്ട് റോഡുമായിട്ട് നല്ല ഉറച്ചിരിക്കുന്നൊരു ഫീൽ കിട്ടും. അത് നമുക്ക് തീർച്ചയായിട്ടും വണ്ടിയുടെ ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടെ വർദ്ധിക്കാൻ കാരണമാവും. മറ്റേ പെട്ടെന്ന് വളഞ്ഞ് പറന്നൊക്കെ പോകുന്ന വണ്ടി പോലെ തോന്നത്തില്ല. നല്ല റോഡുമായിട്ട് നല്ലൊരു രീതിയിൽ ഉറച്ചു നിൽക്കുന്നൊരു വണ്ടിയായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നല്ല ബാലൻസിങ് നമുക്ക് വണ്ടിയിൽ കിട്ടാറുണ്ട് ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഒരേ സമയത്ത് നെഗറ്റീവും പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ വണ്ടിയിലുണ്ടായത്. ഈ വണ്ടി കമ്പയർ ചെയ്താണ് ഞാൻ പറഞ്ഞത്. പൊതുവെയുള്ള സ്റ്റാൻഡേർഡ് 350 എന്ന് പറഞ്ഞല്ല പറഞ്ഞത്. മെയിനായിട്ട് എൻ്റെ ഈ വണ്ടിയിൽ ഞാൻ ഇത്ര നാൾ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഓരോരുത്തർ യൂസ് ചെയ്യുന്നതനുസരിച്ച് വണ്ടിയുടെ ക്യാരക്ടേഴ്സ് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയിലുള്ള പോസിറ്റീവും നെഗറ്റീവ്സുമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പാർട്സ് എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത് ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കാരണം കൊണ്ടല്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഒരു ഓഫ് റോഡ് പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, 900 കണ്ടി കയറുന്ന വീഡിയോ. അപ്പോൾ അവിടെ വെച്ച് വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ അടിഭാഗം ഇടിച്ചിട്ട് കംപ്ലൈൻ്റ് ആവുകയും അങ്ങനെ പിന്നീട് എനിക്ക് ആ ഒരു സെൻസർ മാറ്റേണ്ടി വന്നായിരുന്നു. പക്ഷേ നോർമൽ കേസിൽ ആ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ വാറണ്ടി വെച്ച് അത് മാറ്റി തരുന്നതാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഇടിച്ച് അതിൻ്റെ ഒരു ഭാഗം ചെത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി അത് മാറ്റേണ്ടി വന്നു. പക്ഷേ വലിയ എമൗണ്ട് ഒന്നുമില്ല, ഏതാണ്ട് 10-350 ആ ഒരു റേഞ്ച്, 400-ൻ്റെ അകത്തൊക്കെ ഉള്ളായിരുന്നു ഇതിൻ്റെ ഒരു സെൻസറിൻ്റെ ചിലവ്. അപ്പോൾ അങ്ങനെ എനിക്കത് മാറ്റേണ്ടി വന്നായിരുന്നു. അതേ ഉള്ളൂ ഒരു പാർട്ട് മാറ്റിയത്. പിന്നെ ഒരു പാർട്ട് എന്താണ് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ബ്രേക്സിൻ്റെ പാഡ് എനിക്ക് മാറ്റേണ്ടി വന്നായിരുന്നു. അതുകൊണ്ടായിരുന്നു വണ്ടിയുടെ ബാക്ക് ബ്രേക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം ചോദിച്ച് ഞാൻ അവിടെ ചെന്ന് എൻ്റെ 4th സർവീസിൻ്റെ സമയത്ത് അവർ ചെക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ പാഡ് മാറാൻ ടൈമായി എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് പാഡ്സ് മാറിയായിരുന്നു. പക്ഷേ അത് ഒരു വലിയ നെഗറ്റീവായിട്ട് ഞാൻ പറയത്തില്ല. കാരണം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, പക്ഷേ നല്ല രീതിയിലൊരു യൂസ് ആയിട്ടുണ്ട്. ഏതാണ്ട് 15,000 കിലോമീറ്റർ നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. പലരും അതിന് മുമ്പേ മാറ്റാറുണ്ടെന്ന് ആ സർവീസ് സെൻറ്ററിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതുവരെ മാറ്റിയില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു മാറ്റിയില്ല. ആണോ? അല്ല, സാറിന് എല്ലാവരും 10,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റുന്നുണ്ട്, മിക്ക ആൾക്കാരും മാറ്റുന്നുണ്ട്, അവരുടെയൊക്കെ തേഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം അത് ഇരുന്നത് മാക്സിമം യൂട്ടിലൈസ് ആയിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ നെഗറ്റീവിൻ്റെ കൂടെ പറയാഞ്ഞത്. അപ്പോൾ ആ ഒരു പാർട്ട് മാത്രമേ എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുള്ളൂ വണ്ടിയിൽ. ഇതുവരെ വണ്ടിയിൽ വേറെ യാതൊരു പാർട്സും മാറ്റിയിട്ടില്ല. എൻ്റെ കാരണം കൊണ്ട് ഈ ഒരു സെൻസർ മാറ്റേണ്ടി വന്നു. പിന്നെ വണ്ടിയുടെ കാരണം കൊണ്ട് തന്നെ ആ ഒരു ബാക്ക് ബ്രേക്കിൻ്റെ പാഡ് മാറ്റേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ടും വണ്ടി ഒരുപാട് കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് നമ്മൾ ചെറിയ പാർട്സും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. നിലവിൽ എനിക്ക് ഈ ഒരു ബാക്ക് ബ്രേക്കിൻ്റെ പാഡ്സ് മാത്രമേ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ, അല്ലാതെ ഒന്നും മാറ്റിയിട്ടില്ല. കൃത്യമായിട്ടുള്ള സർവീസ് ഫോളോ അപ്പ് ചെയ്ത് കൃത്യം ടൈമിൽ കൊണ്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സർവീസിന് ബേസിക്കായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇതുവരെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ സർവീസിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വലിയ അമിതമായിട്ടുള്ള കോസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ ബുള്ളറ്റിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാം. ഒരുപാട് കാര്യങ്ങൾ ആ പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം 10,000 കിലോമീറ്റർ കഴിയുമ്പോഴും നമ്മൾ വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാം 10,000 കിലോമീറ്റർ കഴിയുമ്പോഴും വണ്ടിയിൽ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായോ, എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം 10,000 കിലോമീറ്റർ കഴിയുമ്പോഴും നമ്മളൊരു വീഡിയോ ആയിട്ട് എത്തി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ വഴിയെ കുറേ വീഡിയോസ് വരാനുണ്ട്. അതിൻ്റെ അകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കൊക്കെ വേണ്ടി കാത്തിരിക്കുക. ഇനി നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.